എല്ലാവർക്കും താമരാശിപ്പിള്ള ഓർമ്മയുണ്ടായിരിക്കും അല്ലേ? താമരാശിപ്പിള്ള കല്യാണത്തിന് വരുന്നൊരു വരവുണ്ട്. അതേപോലെ പ്രത്യേകിച്ച് ഈ ന്യൂ ഇയർ ഒക്കെ ആണെങ്കിൽ പറമ്പിലെ വാഴ മുതൽ തെങ്ങിൻപൂക്കൽ വരെ വണ്ടിയുടെ ഫ്രണ്ടിൽ കെട്ടി വെച്ചിട്ടാണ് വണ്ടി വരുന്നത്. അത് മാത്രമല്ല, ഇപ്പൊ വിഷു ആണെങ്കിൽ കണിക്കൊന്ന പൂ കൊണ്ട് ഹൽദിക്ക് ഒരുങ്ങി വരുന്ന പോലെ ഒരു മഞ്ഞമായി ആയിരിക്കും വണ്ടിയുടെ ഫ്രണ്ടിൽ. ഇപ്പൊ ക്രിസ്മസ് ആണെങ്കിൽ ഒരു ക്രിസ്മസ് ട്രീയും, വാലന്റൈൻസ് ഡേ ആകുമ്പോൾ ചങ്കത്തൊരു ബലൂൺ വെച്ചിട്ട് ഇങ്ങനെയാണ് ഇപ്പോഴത്തെ വണ്ടികളെല്ലാം വരുന്നത്. പിന്നെ നമ്മുടെ ബസ്സിന്റെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് ആയിട്ടൊരു സംഭവം ഉണ്ട്. യൂട്യൂബിലൊക്കെ ട്രെൻഡിങ് ആയിട്ടൊരു സാധനം ഉണ്ടല്ലോ. എന്തോ അത് നമ്മുടെ വീട്ടിൽ എന്തൊക്കെയുണ്ട്, നമ്മുടെ റൂമിൽ എന്തൊക്കെയുണ്ട്, നമ്മുടെ അലമാരിയിൽ എന്തൊക്കെയുണ്ട്, പാത്രത്തിൽ എന്തൊക്കെയുണ്ട്, എന്തോ അത് ഹോം ടൂർ. അതുപോലെ നമുക്കൊരു ബസ് ടൂർ കണ്ടാലോ? ബസ് ടൂർ. അപ്പൊ നമുക്ക് ബസ്സിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാം. അപ്പോൾ ഡയന ചേച്ചി ബസ്സിന്റെ ഉള്ളിൽ കയറ്റുകയൊക്കെ ചെയ്യാം. അവിടെ പല സാധനങ്ങളും കാണും. ഒന്ന് അടിച്ചു മാറ്റിക്കരുത്, എന്തെങ്കിലും വേണമെങ്കിൽ ഞാൻ എടുത്തു തരാം കേട്ടോ. അപ്പൊ നമ്മള് ബസ്സിനുള്ളിലേക്ക് പ്രവേശിക്കുകയാണ്. ബസ്സിനുള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മളവിടെ കാണുന്ന പൂമാലകളുടെ ശേഖരമായിരിക്കും. പല കളറിലും പല തരത്തിലുള്ള പൂമാലകൾ ചുറ്റും ഇങ്ങനെ കാണും. പിന്നെ മണി അടിക്കുന്ന കയറിൽ നോക്കിക്കഴിഞ്ഞാൽ പല തരത്തിലുള്ള കീ ചെയിനുകൾ കാണാം അവിടെ. പിന്നെ നമ്മൾ ബസ്സിന്റെ ഫ്രണ്ടിലേക്ക് നോക്കുമ്പോൾ തന്നെ അവിടെ ബാർബികളുടെ ഡോൾ ഉണ്ടായിരിക്കും, ചെറിയ വണ്ടി ഉണ്ടായിരിക്കും, പൂമ്പാറ്റ ഉണ്ടായിരിക്കും, കാറ്റത്താടുന്ന മയിൽപ്പീലികൾ ഉണ്ടായിരിക്കും. ഇങ്ങനെ പല സാധനങ്ങളും ആ ഒരു ഫ്രണ്ടിൽ ഉണ്ടായിരിക്കും. എന്തിനാ നമ്മൾ തലയിലിരുന്ന് ബുഷ് വരെ ഗിയർ ലിവർ ഇട്ടിട്ടാണ് ചേട്ടൻ വണ്ടി ഓടിക്കുന്നത്. അത് മാത്രമല്ല രമേശ് ചേട്ടാ, ഇപ്പൊ പല ബസ്സിലും ട്രെൻഡിങ് ആണ്. ഗിയർ ലിവറിലുണ്ടല്ലോ പാവാട വരെ തയ്പ്പിച്ച് ബാർബികളാക്കി ഇട്ടേക്കുവാണ്. പിന്നെ വണ്ടി സ്പീഡിൽ പോകുമ്പോൾ ഡ്രീം ക്യാച്ചർ ഷെയറും കാണും. ഈ സ്പീഡിൽ പോകുമ്പോൾ ഈ ഡ്രീം ക്യാച്ചിൽ കോഴിത്തൂകളൊക്കെ ഇങ്ങനെ ആടും. കാറ്റ് താർന്ന ഡ്രീം ക്യാച്ചിന് കോഴിത്തൂകൾ വകഞ്ഞ് മാറ്റിയിട്ടാണ് ഡ്രൈവറായിട്ട് വണ്ടി ഓടിക്കുന്നത്. നിങ്ങളെല്ലാവരും ബസ്സിലെ രാവിലത്തെ ട്രിപ്പിൽ കയറിയിട്ടുണ്ടോ? രാവിലെ ഒരു 5:30, ചിലപ്പോൾ 6 മണി സമയത്തായിരിക്കും രാവിലത്തെ ട്രിപ്പ് എന്ന് പറയുന്നത്. രാവിലത്തെ ട്രിപ്പിലൊന്ന് കയറണം. കത്തിച്ച് വെച്ച് ചന്ദനത്തിരി, പൂമാലകൾക്ക് നടുവിലിരിക്കുന്ന രൂപങ്ങളും ഒപ്പം ഒരു ഭക്തിഗാനം കൂടെ ആകുമ്പോൾ ആഹാ, ഞാനത് അമ്പലത്തിലാണോ പള്ളിയിലാണോ എന്ന് ആലോചിച്ചു.